ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതി OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റും ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ കിച്ച സുദീപ് പ്രധാന വേഷം കൈകാര്യം കന്നഡ ആക്ഷൻ മാസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മാക്സ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആദ്യം തന്നെ സീ കന്നഡയിൽ TV പ്രീമിയറാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന് രാത്രി 7:30 സീ കന്നഡയിൽ TV പ്രീമിയറായിട്ട് വരും. അതേസമയം തന്നെ C5 വരുന്നതാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും വരുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് അടുത്തൊരു സീരീസാണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ് സീരീസാണ്. ഡ്രാമ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് 3 എപ്പിസോഡുകൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള എപ്പിസോഡുകൾ അടുത്ത ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മലയാള റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മനോരാജ്യം എന്ന് പറഞ്ഞ സിനിമ. മനോര മാക്സ് വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് റൊമാൻറ്റിക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ധൂം ധാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യാമി ഗൗതമൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു കൊറിയൻ സീരീസാണ്. കൊറിയൻ റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. മെലോ മൂവി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ 10 എപ്പിസോഡുകളായിട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ ഫാൻറ്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആർച്ചീവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ജാപ്പനീസ് മൂവിയാണ്. ഒരു ക്രൈം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ജാപ്പനീസ് മൂവിയാണ്. ബ്രോക്കൺ റേജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കുക്കു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പൊട്ടൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈം, പിന്നെ അതുപോലെ തന്നെ സൺ നെക്സ്റ്റ്, ആഹാ തെലുങ്ക് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. പ്യാർ ടെസ്റ്റിംഗ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി സീരീസാണ്. C5 ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഫെബ്രുവരി മാസം 14-ാം തീയതി പിന്നെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്തതായിട്ടുള്ളത് സിനിമകൾ സീരീസുകളായിട്ടുള്ളത്. ഇനി നമ്മുടെ ആസിഫ് അലിയും അനശ്വര രാജിനൊക്കെ പ്രധാന വേഷം കൈകാച്ച രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റാണ്. സോണി ലീവാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ മലയാള സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിൽ കഴിഞ്ഞ ദിവസം മാർക്കോ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു. 14-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 13-ാം തീയതി തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സോണി ലീവിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. മാസത്തിൽ ഒരു സിനിമയാണ് സാധാരണ സോണി ലീവിൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലേക്കാണ് ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് മാസം 14-ാം തീയതി സോണി ലീവിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത്. 14 എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 13-ാം തീയതി തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.